ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കപ്ലങ്ങ തോരൻ വെച്ചാലോ? കപ്ലങ്ങ തോരൻ എല്ലാവർക്കും വെക്കാൻ അറിയായിരിക്കും. എന്നാലും പുതിയതായിട്ട് പാചകം പഠിച്ചു വരുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദേ എനിക്കൊരു കപ്ലങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കപ്ലങ്ങയായിരുന്നു. എനിക്കത് ഫുള്ളായിട്ട് തോരൻ വെക്കേണ്ട, പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഞാനത് പകുതി മുറിച്ചെടുക്കുവാണ്. അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് മുറിക്കാനും ഇച്ചിരി പാടായിരുന്നു കേട്ടോ. നല്ല മൂത്ത കപ്ലങ്ങയായിരുന്നു. എന്തായാലും ഞാൻ ഒരു വിധത്തിൽ അത് മുറിച്ചെടുത്തു. കപ്ലങ്ങ വെച്ച് നമുക്ക് തോരൻ മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത്. മെഴുക്കുവരട്ടി വെക്കാം, കപ്ലങ്ങ ഇട്ട് മോരുകറി വെക്കാം. ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് കപ്ലങ്ങ വെച്ചുള്ള എല്ലാ കറികളും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ സാമ്പാറിനകത്തും ഇടാം. അങ്ങനെ നമുക്ക് കപ്ലങ്ങ കൊണ്ട് ഒത്തിരി ഉപയോഗമുണ്ട് കേട്ടോ. ഇതേ ഞാൻ കപ്ലങ്ങ മുറിച്ചെടുത്തിട്ട് ഒരു കഷ്ണം മാറ്റി വെച്ചു. ഒരു കഷ്ണത്തിൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലെ ആ കുരു ഇരുന്ന ഭാഗവും എടുത്തു മാറ്റി. എന്നിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇതിനെ ഞാൻ ചെറിയ പീസുകളാക്കിയിട്ടോ. ഇത് വേണമെങ്കിൽ തീരെ കട്ടി കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ തീരെ കട്ടി കുറച്ചല്ല അരിഞ്ഞെടുക്കുന്നത്, അത്യാവശ്യം വലുപ്പത്തിലാട്ടോ. തീരെ നൈസായിട്ട് എടുക്കുന്നില്ല, ഇച്ചിരി വലുപ്പത്തിലാണ് അരിയുന്നത്. എന്ന് വെച്ച് അത്ര വലിയ കഷ്ണങ്ങളായിട്ടല്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെയാട്ടോ അരിഞ്ഞെടുക്കുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെ അരിഞ്ഞാട്ടോ തോരൻ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ അരിഞ്ഞാണേ തോരൻ വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മൊത്തം അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ കപ്ലങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടി വന്നപ്പം ഞാൻ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പിലക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതാട്ടോ ഒന്ന് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്ലങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, എണ്ണയിലും ഒക്കെ ഒന്ന് മിക്സ് ആവാനായിട്ടാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കപ്ലങ്ങയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടാണ് സാധാരണ തോരൻ വെക്കുന്നത്, കപ്ലങ്ങ തോരൻ വെക്കുന്നത്. ഇനി ഇടാതെ വേണമെങ്കിലും ഉണ്ടാക്കാട്ടോ. ഇടാതെ ഉണ്ടാക്കിയാൽ വെളുത്ത കളറിൽ നമുക്ക് കപ്ലങ്ങ തോരൻ കൂട്ടാം. ഞാൻ എന്തായാലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് സാധാരണ കപ്ലങ്ങയ്ക്ക് വേവാനായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇത് ഇച്ചിരി മൂത്ത കപ്ലങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ചില കപ്ലങ്ങയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൂടി വെച്ചു. ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇടയ്ക്ക് അതിൻ്റെ മൂടി തുറന്ന് ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടി ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ നല്ല ജീരകം, 2 പച്ചമുളക്, 8-10 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 2 കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഉപ്പ് നമ്മൾ കപ്ലങ്ങയ്ക്കുള്ള ഇട്ടിട്ടുണ്ട്. ഇനി ഈ അരപ്പിനുള്ള ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കല്ലുണ്ടെങ്കിൽ കല്ലിലൊന്ന് ചതച്ചെടുത്താൽ മതി. എനിക്ക് അരകല്ലില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളൂ. ഓവറായിട്ട് അരഞ്ഞു പോകരുത്. ഇനി ഞാൻ കപ്ലങ്ങ ഒന്നും കൂടെ മൂടി തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയും വെന്താൽ മതി. ഈ സമയത്ത് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. 1/4 വേവാകുമ്പോഴേക്കും അരപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. അരപ്പും കൂടി ആ കപ്ലങ്ങയിൽ ഇരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി. അത് കഴിഞ്ഞതേ മൂടി തുറന്ന് നോക്കിയപ്പോഴേക്കും കപ്ലങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അരപ്പും വെന്തു. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നേരത്തെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ദേ നമ്മുടെ കപ്ലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്ലങ്ങ തോരൻ ഇനി വെക്കാൻ അറിയത്തില്ല എന്നാരും പറയരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എന്നും ഉണ്ടാക്കുമായിരുന്നു കപ്ലങ്ങ തോരൻ. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും കപ്ലങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പക്ഷേ കപ്ലങ്ങ അങ്ങനെ കിട്ടാനില്ല. എന്നാലും കിട്ടുമ്പോൾ ഒക്കെ ഞാൻ എന്നും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.